നമസ്കാരം, പ്രശാന്താണ് പാലക്കാട് നിന്ന്. ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ റിവ്യൂ ചെയ്യുന്നത്. സോ മിസ്റ്റേക്സ് അതുപോലെ തന്നെ സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യൂ. അപ്കമിങ് വീഡിയോസിൽ 1 by 1 ആയിട്ട് നമുക്കത് സോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് റിവ്യൂ തന്നെ ഒരു ഗംഭീര മൂവിയെക്കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഐ എം റിയലി ഹാപ്പി. ഫിലിം വേറെ ഏതുമല്ല, മമ്മൂക്കയുടെ ഭ്രമയുഗം ആണ് മൂവി. പടം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നൊരു മൂവിയാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പടത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. എൻ്റെ ഓർമ്മയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ഒരു ഫുൾ മൂവി ആയിട്ട് കണ്ടതായിട്ട് ഒരു ഓർമ്മയിൽ വരണില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. വല്ലാത്തൊരു എക്സൈറ്റഡും ആയിരുന്നു പടം കാണുന്നതിന് മുന്നേ. പിന്നെ പടത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷ്വൽസ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒരു മൂവി തന്നെയാണിത്. ഓക്കെ, പറ്റുമെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്നത് മറ്റുള്ള തിയേറ്റർ മോശമാണെന്നല്ല, കാരണം നമുക്ക് ആ ഒരു ഫുൾ വിഷ്വൽ ആ ഒരു ട്രീറ്റ് പ്ലസ് സൗണ്ട് എഫക്ട്സ് അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 100% ഇമ്പാക്റ്റിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓക്കെ, പിന്നെ അതേക്കുറിച്ച് അടുത്ത ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ്. ആകെ 5 ക്യാരക്ടറാണുള്ളത്. 2 ക്യാരക്ടേഴ്സിന് വലിയ രീതിയിൽ റോളില്ല. എന്നിരുന്നാൽ പോലും ആ 5 പേരും കിട്ടില്ലനായിട്ട് അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭ്രമയുഗം എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് വർക്ക്. ഓക്കെ, A to Z ബിഗിനിങ് ടിൽ എൻഡ് നമ്മൾ വല്ലാത്ത രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു മിസ്റ്ററി, ഒരു സസ്പെൻസ് എന്നൊക്കെ പറയാം. പിന്നെ ഉള്ളത് ആക്ടിങ് വൈസ് ഒരു പുതിയൊരു ഡെഫിനിഷൻ എനിക്ക് മമ്മൂക്കയ്ക്ക് കൊടുക്കാനുണ്ട്. വേറെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല, ബട്ട് ദ ഡെഫിനേഷൻ ഈസ് മമ്മൂക്ക ഈസ് ലിമിറ്റ്ലെസ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കും വലിയ പിടുത്തമില്ല. അഭിനയിച്ചങ്ങ് തകർത്തിരിക്കുകയാണ് എല്ലാം. ടീം മെമ്പേഴ്സ്, എൻറ്റയർ ടീം. ഒരു ഗംഭീര മൂവി. അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നോർമൽ സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഓൾറെഡി ഈ ഒരു പടം അത് തരുന്നൊരു സന്ദേശം പല തലങ്ങളിൽ ഇപ്പം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞിരുന്നു. പല രീതിയിലാണ് ആൾക്കാർ ആ ഒരു പടം നൽകുന്നൊരു ഫിലിം നൽകുന്നൊരു മെസ്സേജിനെ എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണും. പടം കണ്ടിട്ട് എന്താണെന്നുള്ള റെസ്പോൺസ് എന്നുള്ളത് താഴെ ഫ്രീ ആവുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ട ഒരു പടം കൂടിയാണ്. പ്ലസ് ചില സീൻസൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര കിളിപാറിക്കുന്ന അല്ലെങ്കിൽ കിളിപാറുന്ന സീനുകളാണ്. ഏതാണെന്നുള്ളത് പറയുന്നില്ല, പക്ഷേ ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് വന്നിട്ടുണ്ട് ആ പടത്തിൽ. അത് കുറച്ച് നേരം കാണിക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നോർമൽ വരുന്നുണ്ട്. എഗെയിൻ ആ ഒരു ടൈപ്പ് സീക്വൻസ് വരുന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് തല കറങ്ങിയായിരുന്നു തിയേറ്ററിനകത്ത് ഇരുന്നിട്ട്. ഓക്കെ, മേ ബി അത് നോർമൽ ആയിരിക്കാം, ബട്ട് ഐ ഗോട്ട് ദാറ്റ് ഫീൽ കംപ്ലീറ്റ്ലി. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. പടം ഗംഭീരം. ഓക്കെ, ബൈ.